ഏറ്റവും മനോഹരമായ ഒരു സൂര്യോദയം കാണാനാണ് ഞങ്ങൾ പോകുന്നത്, കൊളുക്കുമലയിലേക്ക്. അതിരാവിലെ 3 മണിക്ക് തന്നെ ഞങ്ങൾ റെഡിയായി. സൂര്യനെല്ലിയിൽ നിന്ന് ജീപ്പിലാണ് യാത്ര. കുറച്ചു കഴിഞ്ഞപ്പോൾ ജീപ്പ് ഡ്രൈവർ പറഞ്ഞു, ഇനി ഓഫ് റോഡ് തുടങ്ങാൻ പോവുകയാണ് എന്ന്, പിടിച്ചിരുന്നോളൂ എന്ന്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓഫ് റോഡ് ട്രിപ്പായിരുന്നു അത്. കുറച്ചൊക്കെ പേടിച്ചെങ്കിലും വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നത് പോലെ തണുപ്പും കൂടിക്കൂടി വന്നു. ആകാശം പതുക്കെ തെളിഞ്ഞു തുടങ്ങി. അങ്ങ് ദൂരെ മലമുകളിൽ മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളിൽ ചക്രവാകം കാണാൻ സാധിക്കുന്നു. കൊളുക്കുമല വ്യൂ പോയിന്റ് എത്തി. ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു. ഇനി വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. മലകൾക്കിടയിലൂടെ മേഘകൂമ്പാരങ്ങൾക്കുള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന നമ്മുടെ ഹീറോയെ കാണാൻ. അതാ സൂര്യകിരണങ്ങൾ പതിയെ പുറത്തു വന്നു തുടങ്ങി. താമസിയാതെ സൂര്യൻ മുഴുവനായും ഉദിച്ചു. അന്ന് അവിടെ കണ്ടത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഏറ്റവും മനോഹരമായ സൂര്യോദയമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോകളും വീഡിയോകളും എടുത്തു. കൊളുക്കുമല വ്യൂ പോയിന്റിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് പാന്തർ റോക്ക് പോയിന്റ് ഉള്ളത്. അങ്ങോട്ടേക്കുള്ള വഴി കുറച്ച് നേർത്തതും അപകടം നിറഞ്ഞതുമായി തോന്നി. പാന്തർ റോക്കിന്റെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നു. മൂന്നാറിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ കൊളുക്കുമല തീർച്ചയായും ഉൾപ്പെടുത്തണം. കൊളുക്കുമലയിലേക്കുള്ളത് വെറും ഒരു യാത്രയല്ല, അത് ജീവിതത്തിലെ തന്നെ മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്.